എൻ്റെ പൊന്നെ ഗബ്രി പപ്പടമായെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിൻഡോ ഗബ്രിയുടെ പുറത്തേക്ക് വീഴുവാണ്. എനിക്കറിയില്ല നാളെ ഇനി ഗബ്രി ഇനി ഏത് പരുവാകും, ഇനി ഇവരെ രണ്ടേ പിടിച്ച് ബിഗ് ബോസ് പുറത്താക്കുമോ. കാര്യം അതുപോലെ ആവും തള്ളും. നാളത്തെ ടാസ്ക്കാണ് കാണിക്കുന്നത്, അതായത് പവർ ടീമിലേക്ക് വരാനുള്ള ടാസ്ക്. പവർ ടീമും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുടെ ടീമും തമ്മിൽ മത്സരിക്കുന്നു. നമ്മുടെ സീസൺ 5 ഒരു ടാസ്ക് ഉണ്ടല്ലോ, മുതുകത്ത് ഇങ്ങനെ ഒരു സാധനം ഒട്ടിക്കുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് ആരുടെ കയ്യിലാണ് അത് ഒട്ടിയിരിക്കുന്നത് അവർ ഔട്ട്, അങ്ങനത്തെ ടാസ്ക്. അപ്പോൾ ജിൻഡോയുടെ ദേഹത്ത് നമ്മുടെ ഗബ്രി എറിയുന്നു, അത് തിരിച്ചെടുത്ത് ഗബ്രിയുടെ ദേഹത്ത് ഒട്ടിക്കുന്നു. ഒട്ടിച്ചിട്ട് കൈ എടുക്കാതെ ഹഗ് ചെയ്തതിന് വെച്ചേക്കുക. അപ്പം ഈ ടൈം അടിക്കുമ്പം ഗബ്രി ദേഹത്തിൽ ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഗബ്രി ഉന്തുന്നു, തിരിച്ച് ഉന്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി ലാസ്റ്റ് ഗബ്രിയുടെ പുറത്തോട്ട് ജിൻഡോ വന്ന് വീഴുവാണ്. എനിക്കറിയത്തില്ല, എല്ലാവരും കൂടി ലാസ്റ്റ് വന്ന് വിടുന്ന് പറയുന്നതല്ലാതെ ഇവർ വിടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും ഗബ്രിക്ക് നല്ല പരുക്ക് കിട്ടിയിട്ടുണ്ടാവും. കാര്യം ഗബ്രിയുടെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ ഉന്തി ലാസ്റ്റ് മറിഞ്ഞടിച്ചിട്ട് വീഴുന്നത്. ഗബ്രി ആദ്യം വീഴുന്നു, ഗബ്രിയുടെ പുറത്തോട്ട് നമ്മുടെ ജിൻഡോ വീഴുക ചെയ്യുന്നത്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്നാമത്തെ കാര്യം ഗബ്രിയേക്കായും അത്രയും ഫാറ്റ് കൂടി അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരാളാണ് ജിൻഡോ. അത് ജിൻഡോ വന്ന് ഇങ്ങനെ ദേഹത്തോട്ട് വീഴുമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. പിന്നെ എന്തായാലും ഏതാണ്ടൊക്കെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക ഇനി ഗബ്രി. ഇതിൻ്റെ പേര് ഇനി ഗബ്രി പുറത്തോട്ട് പോകേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇരുന്നാണ് ബിഗ് ബോസ് നല്ല ടാസ്കുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അത് അങ്ങനായി. എൻ്റെ പൊന്ന് ബിഗ് ബോസ്, ഇവരെല്ലാവരും ഒന്നിച്ചിട്ടിട്ട് വീക്കിലി ടാസ്ക് കൊടുക്ക്. സത്യം പറഞ്ഞാൽ ബോറടിക്കുന്നു. നല്ല ടാസ്കൊന്നും കാണുന്നില്ലേ. കൊടുക്കുന്ന ടാസ്ക് ഇതുപോലെ എല്ലാത്തിനും പരുക്കം പറ്റി മൂലക്കറി ഇരിക്കുകയും ചെയ്യുന്നത്. നാളെ ഇനി ബിഗ് ബോസ് മിക്കവാറും ഗബ്രിയേയും നമ്മുടെ ജിൻഡോയും പിടിച്ച് പുറത്താക്കുമെന്ന് അറിയത്തില്ല. കാര്യം അതുപോലാണ് ഉന്തും തള്ളൊക്കെ നടക്കുന്നത്. മാത്രമല്ല എന്തായാലും ഗബ്രിക്ക് എന്തെങ്കിലുമൊക്കെ പരുക്കം ഉണ്ടായി കാണും. കാരണം നല്ല ശക്തിയുള്ള ഒരാളാണ് ജിൻഡോ വന്ന് പുറത്തോട്ട് വീഴുമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല, ശ്വാസം നിന്ന് പോവും. എന്തായാലും ജിൻഡോ വന്ന് വീഴുന്ന വീഴ്ച കണ്ടിട്ട് നാളെ ഗബ്രിയെ പപ്പടം പോലെ പൊടിച്ച അവസ്ഥയിലാണ്. അതുപോലെ വന്ന് വീഴുന്നത്. എല്ലാവരും ഷോക്കിംഗ് ആയിട്ട് ആ വീട്ടിലുള്ള എല്ലാവരും വന്ന് ആ ഗെയിമാണെന്ന് മാറ്റി വെച്ച് എല്ലാവരും വന്ന് കൂടുന്നുണ്ട്. ആർക്കെങ്കിലും ഇനി വല്ല പരുക്ക് പറ്റിയിട്ടാണ് വന്ന് കൂടുന്നത്. എന്തായാലും അവർ ഈ തറയെ വീണിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല കേട്ടോ. അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും വല്ല പരുക്കുകളുണ്ടോ, അതോ ഇനി തമ്മ വഴക്കൂടിക്കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണോ അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു പ്രൊമോ കണ്ടിട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. ഗബ്രിയുടെ അവസ്ഥ എന്തായോ എന്തെന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഈ ഒരു സീസൺ ഇങ്ങനെ എല്ലാവർക്കും പരുക്കായിട്ട് പുറത്ത് പോകാനാണ് ദൈവമേ. എന്തായാലും നല്ലൊരു മാറ്റിപ്പിടിക്കലായിപ്പോയി. എന്തായാലും മാറ്റിപ്പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഒരു മാറ്റിപ്പിടിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാര്യം ഈ സീസണിൽ ബിഗ് ബോസ് സീസണിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അസുഖമായിട്ട് പുറത്തേക്ക് പോകുന്നതും റീ എൻട്രിയും വൈൽഡ് കാർഡും ഒക്കെ ഈ ഒരു സീസണിലാണ് ഞാൻ കണ്ടത്. ഇതൊന്നൊന്നര ആയിപ്പോയി. എന്തായാലും നാളെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഗബ്രിയുടെ അവസ്ഥ എന്താണെന്നും ജിൻഡോയുടെ അവസ്ഥ എന്താണെന്നും ആ ടാസ്ക് ഏത് അവസ്ഥയിലായെന്നും. സത്യം ഇന്നാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു. നാളെ എന്തെങ്കിലും കാണാൻ പറഞ്ഞപ്പോൾ നാളത്തേതായി ഇങ്ങനെയായി. എനിക്കറിയില്ല ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.